അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് എഞ്ചിനീയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇന്ന് നടന്ന എക്സാം ആണ്. എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരു മിഡിൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുവിധം കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ള RCC ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി, ക്വാണ്ടിറ്റി സർവേയിങ്, ഈ ടോപ്പിക്സിന്റെ PYQs ആണ്. ഇപ്പൊ നടന്ന എക്സാം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ for a column, the least unsupported length and the smallest radius of gyration of the cross section area is ടഫായിരുന്നോ? ടഫായിരുന്നു ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ ഏകദേശം പരിചയമായിട്ട് തോന്നിയില്ല അറ്റ്ലീസ്റ്റ്. പക്ഷെ പൊതുവെയുള്ള അഭിപ്രായം ഒരു മിഡിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആൻസർ കീസ് ഒക്കെ വന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കുള്ള ഒരു കട്ട് ഓഫ് എത്രയാന്ന് പറയാൻ പറ്റുള്ളൂ. ആൻസർ ശരിക്കുള്ള നമ്മുടെ മാർക്കിന്റെ ഒരു ലേ ഔട്ട് കിട്ടുള്ളൂ. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, സോ സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നല്ലേ. ഫോർ എ കോളം ദ റേഷ്യോ ആണ് കേട്ടത്. ദ റേഷ്യോ ഓഫ് ലീസ്റ്റ് അൺസപ്പോർട്ടഡ് ലെങ്ത്, അതായത് ലാംഡ ഇസ് ഈക്വൽ ടു L/R, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ റേഡിയസ് ഓഫ് ഗൈറേഷനെ ബേസ് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി എന്റെ അതിനകത്ത് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാഞ്ഞതാണത്. ദ ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഓഫ് എ കോളം ഷുഡ് നെവർ ബി ലെസ് ദാൻ, എല്ലാവർക്കും അറിയാന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ ഇത്, 12 mm. 12 mm കുറയാൻ പാടില്ല കോളത്തിന്റെ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി M20 കോൺക്രീറ്റ് മിക്സ്, ദ ന്യൂമറിക് 20 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 28 day കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. 28 day കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദി ആണ് M20. അത് M25 ആണെങ്കിൽ 25 ആണ് അതിന്റെ 28 day കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ M സ്റ്റാൻഡ്സ് ഫോർ മിക്സും ഈ 20 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 28 day കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്, ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി അതും കൂടി പറഞ്ഞേക്കാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which Indian code which Indian standard code is used for ductile detailing of reinforced concrete structures to seismic forces? Answer വന്നിട്ട് IS 1320 1983 എന്നാണ് കേട്ടോ. ഇനി ഇത് ഡൗട്ട് ഉണ്ടാവാൻ പോകുന്നത്, ഇതും കൂടി ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വന്നിട്ട് ക്രൈറ്റീരിയ ഫോർ എർത്ത് ക്വിക്കിന്റെ കോഡാണ്. ക്രൈറ്റീരിയ for earthquake resistance design. ഓക്കെ, സോ ഇതാണ് ഈ കോഡിന്റെ പേര് കേട്ടോ. ഇനി IS 456-800 എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ് കോൺക്രീറ്റിന്റെയും ഇത് സ്റ്റീലിന്റെയും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും മാറിയിട്ടുണ്ടാവും. ഇതിലായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ടാവുക. അതായത് നമ്മുടെ സിലബസിൽ സീസ്മിക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അതായത് അവർ സിലബസിന്റെ അവിടെ ഇവിടെ ഒക്കെ എല്ലാം ഏകദേശം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് ഇൻ കോൺക്രീറ്റ് വാൾസ് ആർ ജനറലി പ്രൊവൈഡഡ് അറ്റ് ഫ്ലോർ ലെവൽ, സോഫ്റ്റ് ലെവൽ, വിൻഡോ സീറ്റ് ലെവൽ. ഹൊറിസോണ്ടൽ ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അതാണ് ഓൾ ദി അബോൺ ടു ആൻസർ. ഇതൊരു PYQ ഉണ്ട് ആക്ച്വലി. ഇത് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2018 ആണ്, ഓർമ്മയില്ല ഏത് ഇയർ ആണെന്ന് ഓർമ്മയില്ല. ഇത് ആക്ച്വലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, റോൾ സ്റ്റീൽ ജോയിസ്റ്റ് മീൻസ് റോൾ സ്റ്റീൽ ഐ സെക്ഷൻ ആണ് കേട്ടോ. റോൾ സ്റ്റീൽ ഐ സെക്ഷനെയാണ് നമ്മൾ റോൾ സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമ്മളുടെ I or H സെക്ഷനെ നമ്മൾ റോൾ സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ എങ്ങാനും വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ H ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവണ്ട. ഓക്കെ, H ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ തെറ്റിപ്പോയാനെ. ഓക്കെ, ഇത് I മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ I or H ആണ് ശരിക്കും റോൾ സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, the main objective of compaction of concrete is to provide intimate contact between concrete and embedded materials, to remove air voids, to increase the density of concrete. All the above on to answer.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതില് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? റിമൂവിങ് ദ എയർ വോയിഡ്സ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി എയർ വോയിഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഓക്കെ ആയി. അപ്പൊ ഇത് രണ്ടായിട്ട് ആൻസർ എന്തായാലും വരില്ല. അപ്പൊ മൂന്നാമത്തത് ഓക്കെ. ടു പ്രൊവൈഡ് ഇന്റിമേറ്റ് കോൺടാക്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് എംബഡഡ് മെറ്റീരിയൽസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് as per IS 283/1970, the aggregate impact value shall not exceed. Aggregate impact value shall not exceed. C ആണ് ട്ടോ ഓപ്ഷൻ. അതായത് 30% by weight for aggregate used for concrete in bearing surface and 45% for concrete other than bearing surface. Okay, so 30% for by weight for concrete bearing surface, 45% other than bearing surface ട്ടോ. സോ IS 283 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സജസ്റ്റഡ് സ്ലം വാല്യൂ ഫോർ പമ്പബിൾ കോൺക്രീറ്റ്. ഓക്കെ, പല ബുക്സിലും പല വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് 50 ആണോ 100 ആണോ എന്ന് ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. പല ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള SSC ക്വസ്റ്റ്യനിലൊക്കെ ആൻസർ കൊടുക്കുന്നത് 75 ആയിരുന്നു. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കീ വരുന്നത് വരെ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ IS 456 പറഞ്ഞിരിക്കുന്നത് it is given that ഇത് കണ്ടോ, for the മീഡിയം ടൈപ്പിന് വന്നിട്ട് 50 to 100 75 to 100 പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ സ്ലിപ്പ് ഫോം വർക്ക്, പമ്പ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ എന്താണ് ഹെവിലി റീഇൻഫോഴ്സ് സെക്ഷൻ ഇൻ സ്ലാബ്സ്. സോ മീഡിയത്തിന് വന്നിട്ട് രണ്ട് റേഞ്ചും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് നമുക്ക് SSC എക്സാമിന് 75/100 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് PSC കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പത്തേക്ക് നമുക്ക് ഇതാക്കാം ആൻസർ. ഓക്കെ, അപ്പൊ ഇപ്പത്തേക്ക് ഇത് ആൻസർ ചെയ്തവരൊക്കെ സേഫ് ആണ്. Now next is, what is the value of compressive force obtained from stress block given in IS 456/2000 for an RCC beam with FCK, that is characteristic compressive strength 20 MPa, XU അതായത് മറ്റേ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് 200 mm, അതുപോലെ വിഡ്ത്ത് ഓഫ് ദ ബീം 300 mm. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്ക്ഔട്ട് ഉണ്ടെന്ന് കാണിച്ചു തരാം. കംപ്രസീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സി എന്ന് ഞാൻ ഇട്ട് വെക്കുവാണ്. ഇസ് ഈക്വൽ ടു 0.36 B ഇൻറ്റു FCK ഇൻറ്റു XU. ഓക്കെ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 0.36 ഇൻറ്റു ബി തന്നിട്ടുണ്ട്. ബി വന്നിട്ട് വിഡ്ത്ത് ഓഫ് ദ ബീം 300 mm തന്നിട്ടുണ്ട്. യൂണിറ്റ് കൺവേർഷൻ പോലും ഇല്ല. ഓക്കെ, ഇനി 20 മെഗാപാസ്കൽ. 20 മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പൊ 20 ഇൻറ്റു XU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 mm. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 432 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മുടെ ആൻസേഴ്സ് ഓപ്ഷനിലെല്ലാം കിലോ ന്യൂട്ടണിലാണ് കൊടുത്തിരിക്കുന്നത്. സോ യുവർ ആൻസർ ഇസ് 432 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പം നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് കിട്ടിയല്ലോ. ഇനി ഇതേപോലെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വഴിക്ക് പോകുന്നത് കൊണ്ട് എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി വേറെ ഏതെങ്കിലും എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ടെൻസൈൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണെന്ന് വെച്ചാൽ 0.87 FY ഇൻറ്റു ഏരിയ ഓഫ് ദ സ്റ്റീൽ. ഓക്കെ, സോ ഫോർ ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ 0.87 FY AST യും ഫോർ കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ 0.36 B ഇൻറ്റു FCK ഇൻറ്റു XU. ഓക്കെ, സോ ഇതാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. The limiting value of depth of neutral axis based on assumptions given in IS 456 for grade of the steel 500. അപ്പം FE 500 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് കേട്ടോ. അപ്പോൾ XU ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ ഇസ് 0.46 D ആണ് കേട്ടോ ആൻസർ. 0.46 D ആണ് ആൻസർ. ഓക്കെ, അതായത് XU/D ആണ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയുള്ള ഗ്രേഡിന്റെയും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇനി വേറെ ഏതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് അത് സ്റ്റക്കായി പോകണ്ട. അപ്പൊ ഗ്രേഡ് ഓഫ് സ്റ്റീൽ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് വാല്യൂ ഗ്രേഡ് ഓഫ് സ്റ്റീൽ FE 500 ആണെന്നുണ്ടെങ്കിൽ 0.46.
ഇപ്പൊ ഈ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അതായിരുന്നു. അതുപോലെ FE415 ആണെന്നുണ്ടെങ്കിൽ 0.48. അതുപോലെ FE250 ആണെന്നുണ്ടെങ്കിൽ 0.53. ഓക്കെ, സോ XU/D നമുക്ക് ചോദിച്ചിരിക്കുന്ന XU ആണ്. അപ്പൊ XU is equal to 0.46D ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. കിട്ടിയില്ല? As per IS 456/2000, the span to effective depth ratio of a continuous slab of shorter spans with mild steel reinforcement and loading class up to 3 kilonewton per meter square. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വന്നിട്ട് 40 ആണ്. ഓക്കെ, അതായത് ആക്ച്വലി ക്വസ്റ്റ്യനിൽ വന്നിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതില് കണ്ടിന്യൂസ് സ്ലാബിനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ 2-way സ്ലാബിന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആൻസർ കറക്റ്റ് തന്നെയാണ്, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിക്കും. നൗ ഫോർ കേസ് ഓഫ് എ 2-way slab, shorter span with mild steel reinforcement, span to overbear ratio എന്ന് പറയുന്നത് when you are considering a loading class of 3 kilonewton per meter square. ഇത് ആസ് പെർ ദ കോഡ് ആണ് കേട്ടോ. മൈൽഡ് സ്റ്റീലിനാണെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിന് 35 ആണ്. HYSD ബാർസ് ആണെന്നുണ്ടെങ്കിൽ 28 ആയിരിക്കും സിംപ്ലി സപ്പോർട്ടഡിന്. കണ്ടിന്യൂസിന് 40യും അതുപോലെ HYSD ആണെങ്കിൽ 32 കേട്ടോ. അപ്പൊ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാംസിന് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി വരാൻ പോകുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. ഇനി മറ്റന്നാൾ വന്നിട്ട് ഓവർസിയർ ഗ്രേഡ് 3 എക്സാം ഉണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ മറ്റേ ടൗൺ പ്ലാനിങ്ങിന്റെ ഉണ്ട് 18th. പിന്നെ ഉള്ളത് സെപ്റ്റംബറിലാണ്. അടുത്ത് തന്നെ നമ്മളുടെ ഹാർബറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ എക്സാംസിന്റെ ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഉപയോഗപ്പെടും. നൗ ദ ലൈവ് ലോഡ് ഫോർ ഡിസൈൻ ഓഫ് സ്റ്റെയർ കേസ് ഫോർ പബ്ലിക് ബിൽഡിംഗ്സ്. നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണിത്, പബ്ലിക് സ്റ്റെയർ കേസിന്റെ പോർഷൻ. ഓക്കെ, ഇത് അറ്റൻഡ് ചെയ്തവർക്ക് കുറച്ച് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർ പബ്ലിക് ബിൽഡിംഗ്സിന് ഇറ്റ് ഈസ് ആസ് പെർ IS 875 ഇറ്റ് ഈസ് ആക്ച്വലി 5 kilonewton. ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് 5 kilonewton per meter square ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ 5 kilonewton per meter square ആണ്. അതും പെർഫെക്റ്റ്ലി 5 kilonewton per meter square അല്ല. For public buildings, usually it is in the range of 4 to 6 kilonewton per meter square as per IS 875. Generally, we are taking, for the calculation purpose, in case of a public building, we are taking it as 5 kilonewton per meter square. This is mm square alla ട്ടോ. ഇനി for residential case, residential building, it is usually between 2 to 3 kilonewton per meter square. And generally നമ്മൾ എടുക്കുന്നത് 3 ആണ്. ഓക്കെ, ഇത് kilonewton per meter square ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. അല്ല, ഓപ്ഷൻ വരേണ്ടത് ശരിക്കും ഇതിലൊരു M കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഓപ്റ്റ് ചെയ്തവർക്ക് മാർക്ക് പോവല്ലേ ചെയ്യുക. ഓക്കെ, വിച്ച് ഓഫ് ദിസ് കോഡ് പ്രൊവൈഡ്സ് 53 ഗ്രേഡ് OPC സിമെന്റിന്റെ കോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈയിടെ ആയിട്ട് കോഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലെക്ചർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ കോഡ് ചോദിച്ചിരുന്നു. ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 കോഡായി ചോദിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം കോഡൊക്കെ ഒന്ന് നോക്കി വെച്ചോ. മറ്റന്നാൾ നടക്കാൻ പോകുന്ന ഗ്രേഡ് 3ക്ക് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നത്. സോ കോഡുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോളണം കേട്ടോ, എല്ലാ കോഡുകളും. ഏതൊക്കെയാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ആണെങ്കിലും എല്ലാ ഗ്രേഡുകളും അനുസരിച്ച് അതുപോലെ തന്നെ അതിനകത്താണ് മെയിൻ ആയിട്ട് കോഡുകളുടെ ഒരു കളിയുള്ളത്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഓരോ ഡയമെൻഷൻസിനും ലെറ്ററിങ്ങിനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കോഡുകളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളണം കേട്ടോ. സോ കോഡുകൾ എവിടെയൊക്കെ വരുന്നുണ്ടോ ഈ 2 കേസസിലാണ് കൂടുതലായിട്ടും കോഡ് ഉള്ളത്. ഇനി ഇറിഗേഷൻ അങ്ങനെയുള്ളതിലും കോഡൊന്നും അങ്ങനെ ഇല്ല. പിന്നെ പബ്ലിക് സാനിറ്റേഷനിൽ നമ്മുടെ വാട്ടർ റിക്വയർമെന്റ് ആ സെക്ഷനിൽ ഒരു കോഡ് വരുന്നുണ്ട്. ഓക്കെ, സോ കോഡ് എവിടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. കോഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ചോദിക്കുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 കോഡായി. കഴിഞ്ഞ ലെക്ചർ എക്സാമിനും കോഡ് ചോദിച്ചിരുന്നു. സോ 12269 1987 ആണ് കോഡ് ഫോർ 53 ഗ്രേഡ് OPC കേട്ടോ. അപ്പൊ ഈ വഴിക്ക് പോയതല്ലേ, ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ.
കാരണം ഇനി അടുത്തത് ഇനി വേറെ ഏതെങ്കിലും കോഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാണ്ടാവണ്ട. സോ നോട്ട് ചെയ്തോളൂ. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയേക്കാം, നീ വിസിബിൾ ആവാത്ത ബുദ്ധിമുട്ട് വേണ്ട. നൗ IS 269 വന്നിട്ട് ഫോർ കോഡ് 30 ഗ്രേഡ് 33 ആൻഡ് ഫോർ 43ക്ക് 8112 ആണ് കോഡ്. ഓക്കെ, ഇതിന്റെ ഈ നെക്സ്റ്റ് ഇയർ ഇല്ലേ 2013 2014 ആ ഇയർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് ഓരോ തവണ റിവിഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഇയർ അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരില്ല. അതിന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഈ നമ്പർ ആണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ 12269 ഫോർ 53 ഗ്രേഡ് ആൻഡ് 383 ഫോർ ദ കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഓഫ് നാച്ചുറൽ സോഴ്സസ് ഓഫ് കോൺക്രീറ്റ്. അതായത് സ്പെസിഫിക്കേഷൻ ഓഫ് ദി കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റിന്റെ ആണ്. ഇനി ഫോർ IS 456 നമുക്ക് അറിയാവുന്നതാണ്, ഫോർ പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ് കോൺക്രീറ്റിന്റെ. അതുപോലെ IS 457 ജനറൽ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ് കോൺ ഫോർ മാസീവ് സ്ട്രക്ചേഴ്സ്. മാസീവ് സ്ട്രക്ചേഴ്സിന്റെ 457 ആണ്. അതുപോലെ 119 ഫോർ സാമ്പിളിംഗ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ്. ഇതൊരു തവണ ചോദിച്ച ക്വസ്റ്റൻ ആട്ടോ സാമ്പിളിങ്ങിന്റെ. ഇനി ഇതൊക്കെ ചോദിച്ചതൊക്കെ തന്നെയാണ് ഒരു തവണയായിട്ട്. ഇനി 2386 വന്നിട്ട് ഇതിന്റെ പാർട്ടൊക്കെ നോക്കി ഓർത്തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 2386 ഓർത്തിരിക്കണം. സോ വേരിയസ് ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ് 2386. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോഡുകൾ ഞാൻ കൂടെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the concrete is correct concrete? It's correct about Portland Barcelona cement. എല്ലാവർക്കും പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സിമെന്റിന്റെ ഒരു ചെറിയ പ്രൊപ്പോർഷൻ, അതായത് സിമെന്റേഷ്യസ് മെറ്റീരിയൽ വേറൊരു സിമെന്റേഷ്യസ് മെറ്റീരിയൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക, ഒരു 15 to 35%. ചിലപ്പോൾ സിൽക്ക ഫ്യൂമ, ഫ്ലൈ ആഷ് ഇതൊക്കെ ഇതിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾക്കിപ്പോൾ കിട്ടുന്ന നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്ക്സിനും നമുക്കിപ്പോൾ കിട്ടുന്ന പോർട്ട്ലാൻഡ് സിമെന്റുകൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അല്ല. എല്ലാ വർക്കിനും ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വളരെ നഗ്നമായ ഒരു സത്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഏതെങ്കിലും സൈറ്റിൽ ചെല്ലുമ്പോൾ ആ ബാഗിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ JSW സിമെന്റിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് എന്ന്. ഓക്കെ, സോ അതിന്റെ ഗ്രേഡും ഉണ്ടാവും. സോ പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് പ്രത്യേകത അത് ഇറ്റ് ഈസ് ലോങ് ടേം സ്ട്രെങ്ത് കൊടുക്കും. 2, റെഡ്യൂസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഓൾസോ പെർമിയബിലിറ്റി. ഓക്കെ, അപ്പൊ C ആണ് ഓപ്ഷൻ ആൻസർ കേട്ടോ. അതായത് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കുറച്ചൊന്ന് നോക്കിയേക്കാം. ഇനി ബാക്കി വേറെ ഭാവിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എളുപ്പമാകും. ഇപ്പൊ 15 to 35% ഇറ്റ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് വോൾക്കാനിക് ആഷ്, കാൽസിനേറ്റഡ് സിൽക്ക ഫ്യൂം ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് എന്ന് പറയുന്നത് തന്നെ. ഇനി ഇതിന്റെ മെയിൻ പ്രത്യേകത വിത്ത് റെസ്പെക്ട് ടു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലോങ് ടേം സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പതുക്കെ സ്ലോ ആയിട്ട് പതുക്കെ ആള് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ദ സിമെന്റ് ഹാസ് എ സ്ലോവർ ഹൈഡ്രേഷൻ പ്രോസസ്. ഇത് മാസീവ് കൺസ്ട്രക്ഷൻസിന് യൂസ് ചെയ്യാറുണ്ട്, മാസ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവാണ്, ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് ഇതിന്റെ പ്രത്യേകത. ഇറ്റ് ജനറേറ്റ്സ് ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ലെസ് ഹീറ്റ് ഓഫ് ഡയറക്ഷൻ ഡ്യൂറിങ് ക്യൂറിംഗ് പീരീഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ് കാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നൗ ദ പോർട്ട്ലാൻഡ് പോർസലോണ സിമെന്റ് വേറൊരു പ്രത്യേകത, ഇറ്റ് ഇംപ്രൂവ് ഡ്യൂറബിലിറ്റി ആൻഡ് അഗ്രസീവ് വെതർ കണ്ടീഷൻ. അതിന് ലോവർ പെർമിയബിലിറ്റി ആണ്, ലോവർ പെർമിയബിലിറ്റി ആൻഡ് ഹയർ റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ ടേംസ് ഇതൊക്കെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് അണ്ടർലൈൻ ചെയ്തത്. സോ ഇറ്റ് റെഡ്യൂസ് പെർമിയബിലിറ്റി, ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് പിന്നെ ലോങ് ടേം സ്ട്രെങ്തും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നൗ നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യനും വന്നിട്ട് ഇതും വന്നിട്ട് ഇറ്റ് ക്യാൻസലിംഗ് ആണ് കേട്ടോ. ഇത് ഇറ്റ് വിൽ ബി ക്യാൻസൽഡ് ബിക്കോസ് ഇതിന്റെ ഓപ്ഷൻസ് തെറ്റാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക്. Okay, the quantity of water to be added for testing the compressive strength of cement എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ P is the percentage of water required for normal consistency, W1 is the weight of the cement, W2 is the weight of the sand. ഇനി ഇതിന്റെ ശരിക്കുള്ള ആൻസർ ഒന്ന് നോക്കിയേക്കാം. എന്തായാലും വഴിക്ക് പോയതല്ലേ.
ഓക്കെ. സോ സെറ്റിംഗ് ടൈമിന് നമ്മൾ യൂഷ്വൽ ആയിട്ട് എടുക്കുന്ന കൺസിസ്റ്റൻസി വാട്ടർ കൺസിസ്റ്റൻസി ഫോർ വാട്ടർ എന്ന് പറയുന്നത് 0.85 p ആണ്. അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിന് നമ്മൾ എടുക്കേണ്ടത് P/4+3% എന്നാണ് കേട്ടോ ആൻസർ. P/4+3%. സൗണ്ട്നെസ് ടെസ്റ്റിന് 0.78 p ആണ്. അതായത് നമ്മൾ ലീ ഷാറ്റ്ലി അപ്പാരറ്റസ് യൂസ് ചെയ്ത് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യൂലേ, അതിന് 0.78 p ആണ് കേട്ടോ. സോ സെറ്റിംഗ് ടൈം ബോത്ത് ഇനിഷ്യൽ ഫൈനലിന് 0.85, അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത്തിന് P/4+3. ഓക്കെ. ഇതിൽ ഓപ്ഷൻസ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഇത്, അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A test is done to access the quality of concrete by ultrasonic pulse velocity method. The ultrasonic pulse velocity method എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. ആസ് പെർ IS 133111 part 1 1992, the pulse velocity by crossing probing obtained is 4 km/s. Then in which concrete quality grading is belong to? ആൻസർ വന്നിട്ട് ഗുഡ് എന്നാണ് കേട്ടോ. ഓക്കെ, ഗുഡ് ആണ് ആൻസർ. ഓക്കെ, ഇത് എങ്ങനെ ഗുഡ് ആയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ അൾട്രാ സോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വെറ്റിനും അതുപോലെ തന്നെ ഹാർഡൻഡ് സ്പെസിമെനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേരെ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാലോ. സോ വെറ്റും ഹാർഡൻഡ് കോൺക്രീറ്റും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഡിസ്ട്രക്റ്റീവ്. ഇപ്പൊ നമ്മൾ കംപ്രസീവ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ എന്താ ചെയ്യുക, ആ സാധനം പൊട്ടിച്ചു നോക്കിയിട്ടല്ലേ കംപ്രസീവ് ടെസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കേടുപാടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അൾട്രാസോണിക് പൾസ് വെലോസിറ്റി മെത്തേഡ്. ഇതില് ദ ടൈം ടേക്കൺ ഫോർ ദ ട്രാവൽ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബേസ്. ഇനി അതിന്റെ പൾസ് വെലോസിറ്റിയുടെ റേഞ്ചസ് എന്ന് പറയുന്നത് ഫോർ എക്സലന്റ് ഇറ്റ് ഇസ് എബവ് 4500. ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, അപ്പൊ അതിനനുസരിച്ച് ഒന്ന് കൺവേർട്ട് ചെയ്തേക്കാം. ഫോർ ഗുഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് 35,000 to 3,500 to 4,500. മീഡിയം ആണെങ്കിൽ 3,000 to 3,500. ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ബിലോ 3,000. വെരി പുവർ ആണെന്നുണ്ടെങ്കിൽ 2,000. ഓക്കെ, സോ നമ്മുടെ ആൻസർ വന്നിട്ട് ഇപ്പോൾ ഗുഡ് ആണ്. ബിക്കോസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 km/s ആണ്. അതായത് 4,000 km/s. നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് ഈ 3,500 to 4,500 റേഞ്ചിൽ കിടക്കും. ഇനി which of the following load combination is used for limit state method of design of reinforced concrete under ultimate limit state? ഈ ultimate limit state എന്നുള്ള വാക്ക് കാണുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് തോന്നാറുണ്ട്. ഓക്കെ, the answer is 1.5 dead load plus 1.5 live load ആണ് കേട്ടോ ആൻസർ. 1.5 dead load plus 1.5 live load ആണ് ആൻസർ. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റിലുണ്ടല്ലോ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയും. ഇതിനകത്തില് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിന്റെ കണ്ടീഷനിൽ വരുമ്പോൾ യു വിൽ ബി ഹാവിംഗ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. മാക്സിമം ആയിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 1.5 ഇത് പ്ലസ് 1.5 ലൈവ് ലോഡ്. ഓക്കെ, സോറി, ഈ കണ്ടീഷൻ ആണ്. ഇത് വിൻഡ് ലോഡ് എടുത്ത് മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഇറ്റ് ഇസ് 1.5 ഇതും 1.5 ഇതും 1.5 കേട്ടോ. രണ്ടും 1.5 ആണ് ആൻസർ. ഇനി the value of strain of tension steel for a steel rod with Fy is equal to 500 megapascal and Es is equal to 2 into 10⁵ megapascal. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് epsilon is equal to അതായത് strain is equal to Fy divided by 1.15 into Es plus 0.002. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് ദ സ്റ്റീൽ. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഓപ്ഷനിൽ തന്നെ ആൻസറും കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതായിരുന്നു അല്ലെ. ഈ യങ്സ് മോഡുലസ് ഓഫ് ദി ജനറൽ യങ്സ് മോഡുലസ് ഓഫ് ദ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോർഷനിൽ കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ, 200 എന്ന് പറഞ്ഞിട്ട് ആൻസർ. ഓക്കെ, സോ ഇറ്റ് ഇസ് Fy is equal to നമുക്ക് തന്നിട്ടുണ്ട് Fy 500 ഡിവൈഡഡ് ബൈ 1.15 ഇൻറ്റു ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2 into 10⁵ പ്ലസ് 0.002. ആൻസർ നമുക്ക് ഏകദേശം 0.00417 കിട്ടും. അതിനെ നമുക്ക് 0.0042 എന്ന് എഴുതാം.
ഓക്കെ, അപ്പൊ ആൻസർ സി ആണ് കേട്ടോ. Depreciation of a property is equal to annual sinking fund plus the interest on the fund for that year is applicable in ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ കിടക്കുകയാണ് ഇതിനകത്തില്. ഓക്കെ, എന്നാലും നമ്മൾ കൺഫ്യൂസ് ആയി പോകും അല്ലെ, ബിക്കോസ് ബാക്കിയുള്ളതാണോ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുവോ എന്നൊക്കെയാവും. ആൻസർ വന്നിട്ട് സിങ്കിങ് ഫണ്ട് മെത്തേഡ് തന്നെയാണ് കേട്ടോ. സിങ്കിങ് ഫണ്ട് മെത്തേഡിലാണ് ദ ആനുവൽ സിങ്കിങ് ഫണ്ട് പ്ലസ് ദി ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ഫോർ ദാറ്റ് ഇയർ ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, സോ അതാണ് അതിന്റെ ആൻസർ. നൗ നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻസഫിഷ്യന്റ് ഡേറ്റ ആണ് കേട്ടോ. ഇത് ഇൻസഫിഷ്യന്റ് ഡേറ്റ ആണ്, വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. സോ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻസഫിഷ്യന്റ് ഡേറ്റ. ഓക്കെ, so the present value of interest in a property having annual income of rupees 100 for a year of calculated to 10%. ഇയർ എത്രയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻസഫിഷ്യന്റ് ഡേറ്റ ആയതുകൊണ്ട് ഇത് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, for concreting, no deductions shall be made for ends of the beams, posts, girders, purlins up to 500 m square in cross section, അതുപോലെ ഓപ്പണിംഗ് അപ് ടു 0.1 m square, വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ റീഇൻഫോഴ്സ്മെന്റ്. ഇതൊന്നും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഓൾ ദി അബവ് ആണ് ആൻസർ കേട്ടോ. സോ ഓൾ ദി അബവ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും മിക്കവാറും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സബ്മിറ്റഡ് ഫോർ എ വർക്ക് ഇസ് 10% of the contract value. EMD എന്ന് പറയുന്നത് 2% ആണ് കേട്ടോ. Now, the type of contract which is usually followed by railway department. റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചുകൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ആക്ച്വലി ആൻസർ വന്നിട്ട് ഐറ്റം റേറ്റ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ മിക്ക പബ്ലിക് സെക്ടേഴ്സിലും നമ്മൾ ഐറ്റം റേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ പബ്ലിക് സെക്ടറിൽ നമ്മൾ ഐറ്റം റേറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് തരാം. ഇനി വേറെ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാലും ടെൻഷൻ ആവണ്ട. ഓക്കെ, നൗ ഇനി ഈ ക്വസ്റ്റ്യനും വന്നിട്ട് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ലേയിങ് വെയറിംഗ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് കൺസോളിഡേഷൻ ഇൻ പേയ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി കോൺക്രീറ്റ് ആണോ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് M³ ആയേനെ. ഇനി അതല്ല അസ്ഫോൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വെയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആവും. അപ്പം ഈ ക്വസ്റ്റ്യന് നമുക്ക് കീ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂ ചാൻസസ് ഫോർ ഗെറ്റിംഗ് ക്യാൻസർ. ബിക്കോസ് ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൽ കോൺക്രീറ്റ് ആണോ അതോ വന്നിട്ട് അസ്ഫോൾട്ട് ആണോ വെയറിംഗ് കോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് കേട്ടോ. സോ അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the type of tender system preferred in work of highly technical nature in which accuracy is more important than cost of work. ആക്ച്വലി ഇത് ആൻസർ വന്നിട്ട് സിംഗിൾ ടെൻഡർ എന്നാണ് ആൻസർ. പക്ഷെ ഓപ്ഷനിൽ വന്നിട്ട് നെഗോഷിയേറ്റഡ് ടെൻഡറും ഉണ്ട്. സോ നെഗോഷിയേറ്റഡ് ടെൻഡർ എന്ന് പറയുന്നത് സിംഗിൾ ടെൻഡറിന്റെ ഒരു ടൈപ്പ് ഓഫ് ടെൻഡർ ആണ് കേട്ടോ. സോ സിംഗിൾ ടെൻഡറിന്റെ ഒരു ടൈപ്പ് ഓഫ് ടെൻഡർ ആണ് ഈ നെഗോഷിയേറ്റഡ് ടെൻഡർ. സോ ഇത് വന്നിട്ട് വി നീഡ് ടു സീ ദ PSE key. Okay, PSE key required. Now, the estimate prepared for valuation of a property. ഒരു പ്രോപ്പർട്ടി വാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഇസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കേട്ടോ. സോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, the property due to its size, shape, location fetches more value. It is known as monopoly value. It is known as monopoly value. ഇനി അടുത്തത്, ഇത് ആക്ച്വലി നമ്മളുടെ റെയിൽവേയിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ എസ്റ്റിമേഷനിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഇത് എടുത്തിടുവാണ് കേട്ടോ. ഫോർ ഒബ്റ്റെയിനിങ് എൻവയൺമെന്റൽ ലീഡ് ഫോർ സാൻഡി ട്രാക്ക്, the lead is 1.4. Lead should be multiplied with 1.4. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതിന്റെയും കൂടി ഞാൻ കൈയോടെ എഴുതിയേക്കുവാണ്, നിങ്ങൾക്ക് അത് യൂസ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി വേറെ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് ഫോർ മെറ്റൽ ട്രാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലീഡ് ഇൻറ്റു 1ഉം, അതുപോലെ കാർട്ടസ് ട്രാക്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഇറ്റ് ഇസ് ലീഡ് ഇൻറ്റു 1.1 കേട്ടോ. അപ്പോൾ ഫോർ സാൻഡി ട്രാക്സ് ഇറ്റ് ഇസ് lead into 1.4.
ഇൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ യൂണിറ്റ് റേറ്റ് ഓഫ് ഐറ്റംസ്. ഓക്കെ, സ്പെസിഫിക്കേഷനിലും അല്ല, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിലും അല്ല, ഓൾ ദി അബവ് അല്ല, യൂണിറ്റ് റേറ്റ് ഓഫ് ഐറ്റംസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ എസ്റ്റിമേഷൻ, RCC അങ്ങനെയുള്ള പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഇനി FM അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബൈ.